5 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ സിനിമ ഞാൻ ആദ്യമായി കാണുന്നത്. ഞാൻ നിങ്ങൾക്കൊരു ഉറപ്പ് തരാം, ഒരുപക്ഷെ എന്നെ പോലെ തന്നെ നിങ്ങളുടെ മനസ്സിൽ നിന്നും ഈ സിനിമ പെട്ടെന്നൊന്നും മാഞ്ഞു പോവില്ല. ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വാപൊളിച്ചിരിക്കുന്ന രീതിയിലുള്ള ഒരു ട്വിസ്റ്റ്. മരിക്കുന്നതിന് മുമ്പ് ഒരമ്മ തന്റെ മക്കൾക്കായി 3 കത്തുകൾ എഴുതി വെക്കുന്നു. അതിലെ 2 കത്തുകളിലെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ 3-ാമത്തെ കത്ത് അവർക്ക് കിട്ടൂ. എന്തായിരിക്കും ആ ടാസ്ക്? അതിലൂടെ അവർ ചെന്നെത്തുന്നത് എന്ത് സത്യത്തിലേക്കായിരിക്കും? അമ്മയുടെ മരണശേഷം ആ 2 മക്കൾ ഇറങ്ങി പുറപ്പെടുന്നു. അവർക്കറിയാത്ത ആ അമ്മയുടെ കഴിഞ്ഞ കാലത്തിലേക്ക്. അവരുടെ അമ്മ ആരാണെന്നും എന്താണെന്നും അറിയാനായി. 2010 റിലീസായ ഇൻസെന്റീസ് എന്ന മൂവിയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. മൂവിയുടെ തുടക്കത്തില് കയ്യിൽ ആയുധങ്ങളൊക്കെയായി ഏതോ തീവ്രവാദികളെന്ന് തോന്നിപ്പിക്കുന്ന ചിലരെയും പിന്നെ കുറച്ച് കുട്ടികളെയാണ് കാണിക്കുന്നത്. ആ കുട്ടികളുടെ മുടിയൊക്കെ അവര് മൊട്ടയടിക്കുകയാണ്. അതിൽ നിന്നും ഒരു കുട്ടിയെ നമുക്ക് പ്രത്യേകം കാണിക്കുന്നുണ്ട്. അവന്റെ കാലിലാവട്ടെ 3 ഡോട്ട്സ് പച്ച കുത്തിയതായിട്ട് കാണാം. പിന്നീട് കാണുന്നത് നമ്മുടെ ഹീറോയിനും ഹീറോയും ആയിട്ടുള്ള ജെന്നിയെയും സൈമണിനെയാണ്. ഇവര് രണ്ടുപേരും ഇരട്ട സഹോദരങ്ങളാണ്. അവരുടെ അമ്മയായ നേവലിന്റെ മരണത്തിനെ തുടർന്ന് അമ്മയുടെ വക്കീലിനെ കാണാനായിട്ടാണ് അവരെത്തിയിരിക്കുന്നത്. ഈ വക്കീലിന്റെ അടുത്ത് തന്നെയാണ് നേവല് സെക്രട്ടറിയായി ജോലി നോക്കിയിരുന്നത്. മരിക്കുന്നതിന് മുമ്പ് നേവല് തയ്യാറാക്കി വെച്ച വിൽപത്രം വായിച്ചു കേൾപ്പിക്കുന്നതിനായിട്ടാണ് വക്കീൽ അവരെ രണ്ടും വിളിച്ചു വരുത്തിയിരിക്കുന്നത്. നോക്കു മക്കളെ, എനിക്കും എന്റെ കുടുംബത്തിനും നിങ്ങളുടെ അമ്മയും നിങ്ങളുമായിട്ട് നല്ല ബന്ധമാണ്. നിങ്ങളുടെ അമ്മയുടെ ഈ തീരുമാനത്തെ ഞാൻ എതിർക്കാൻ നോക്കിയെങ്കിലും എനിക്കതിന് കഴിഞ്ഞില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കുമായിട്ട് ഞാൻ ഇത് വായിച്ചു കേൾപ്പിക്കാം. എന്റെ സ്വത്തുക്കളും പണവും മറ്റു വസ്തുവകകളും എന്റെ 2 മക്കളായ ജെന്നിക്കും സൈമണിനും ഞാൻ തുല്യമായി വീതിച്ചു കൊടുക്കുന്നു. ഞാൻ വാക്ക് പാലിക്കാത്തവളാണ്. അതുകൊണ്ട് തന്നെ എന്നെ പെട്ടിയിൽ അടക്കരുത്. എനിക്ക് പ്രാർത്ഥനകളും കല്ലറയും വേണ്ട. എന്റെ പേര് എവിടെയും കൊത്തുവെക്കുകയും ചെയ്യരുത്. കൂടാതെ എന്നെ പൂർണ്ണ നഗ്നയാക്കി ഈ ലോകം ഒരിക്കലും ഇനി കാണാതിരിക്കാൻ കമിഴ്ത്തി വേണം എന്റെ ശരീരത്തെ അടക്കം ചെയ്യാൻ. ഇതുകൂടാതെ സൈമണും ജെന്നിക്കുമായിട്ട് ഓരോ കത്തുകളും നേവല് വക്കീലിനെ ഏൽപ്പിച്ചിരുന്നു. അതില് ജെന്നിക്കുള്ള കത്താവട്ടെ അവളുടെ അച്ഛന് കൊടുക്കാനും സൈമണുള്ള കത്ത് അവരുടെ സഹോദരന് കൊടുക്കാനുമാണ്. ഇവരെ രണ്ടുപേരെയും കണ്ടുപിടിച്ച് ആ കത്തുകൾ കൊടുത്താൽ മാത്രമേ 3-ാമതുള്ള കത്ത് വക്കീൽ അവർക്ക് കൊടുക്കൂ. നിങ്ങളുടെ എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരം 3-ാമത്തെ കത്തിലുണ്ടാകും. നിങ്ങൾ ഇത് കൊടുക്കുന്നതോടെ എന്റെ വാക്ക് പാലിക്കപ്പെടും. പിന്നീട് നിങ്ങൾക്ക് എന്റെ കുഴിമാടത്തിൽ എന്റെ പേര് കൊത്തിയ കല്ല് വെക്കാം. ഇതെല്ലാം കേട്ട് ആകെ അസ്വസ്ഥരാവുകയാണ് ജെന്നിയും സൈമണും. കാരണം തങ്ങൾക്ക് ഇങ്ങനൊരു സഹോദരനുള്ളതായി അവർക്ക് ഇതുവരെ അറിയില്ല. കൂടാതെ അവരുടെ അച്ഛൻ മരിച്ചുപോയി എന്നാണ് അവരുടെ അമ്മ അവരോട് പറഞ്ഞിരിക്കുന്നത്. ആ 3-ാമത്തെ ലെറ്റർ ഇപ്പൊ തന്നെ ഓപ്പൺ ചെയ്ത് വായിക്കാനായിട്ട് സൈമൺ വക്കീലിനോട് പറയുന്നുണ്ടെങ്കിലും വിൽപത്ര പ്രകാരം അത് പറ്റില്ലെന്ന് അദ്ദേഹം പറയുകയാണ്. നോക്കൂ സാർ, എന്റെ അമ്മ ഒരുപക്ഷെ നിങ്ങൾക്ക് നല്ലൊരു സെക്രട്ടറി ആയിരുന്നിരിക്കും. അവർ ആ ജോലി നന്നായി ചെയ്തതിൽ എനിക്ക് സന്തോഷവുമുണ്ട്. പക്ഷേ അവരെന്റെ അമ്മ കൂടിയായിരുന്നു. ഒരമ്മയുടെ ജോലി അവരെങ്ങനെയാണ് ചെയ്തതെന്ന് പറയാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് നിങ്ങളുടെ സെക്രട്ടറിയെ എങ്ങനെ വേണമെങ്കിലും അടക്കാം. പക്ഷേ ഞാൻ എന്റെ അമ്മയെ എല്ലാ മര്യാദകളോടും കൂടി സാധാരണ രീതിയിലായിരിക്കും അടക്കം ചെയ്യുന്നത്. ഇതും പറഞ്ഞ് വക്കീലിനോട് ദേഷ്യപ്പെട്ട് സൈമൺ പുറത്തേക്ക് പോവുകയാണ്. സാർ, ഞങ്ങളുടെ അച്ഛനെ പറ്റിയും ഞങ്ങൾക്ക് അങ്ങനെ ഒരു സഹോദരൻ ഇല്ലെന്നും നിങ്ങൾക്കറിയില്ലേ? പിന്നെ എന്തിനാണ് ഇങ്ങനൊരു വിൽപത്രം തയ്യാറാക്കാൻ അമ്മയെ സഹായിച്ചത്? മരിക്കുന്നതിന് മുമ്പ് അമ്മയ്ക്ക് മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഇനി അതുകൊണ്ടായിരിക്കോ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവുക എന്ന് ജെന്നി വക്കീലിനോട് ചോദിക്കുകയാണ്. എനിക്കിതെല്ലാം പുതിയ അറിവാണ് ജെന്നി. പക്ഷേ വിൽപത്രത്തിൽ അവരിങ്ങനെ ചുമ്മാതെ ഒരു കാര്യം പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയെ നന്നായി അറിയുന്നതല്ലേ? ആ കത്തുകൾ കൂടാതെ അഡ്വക്കേറ്റ് നേവലിന്റെ ഒരു പഴയ പാസ്പോർട്ടും ഒരു കുരിശുമാലയും ജെന്നിക്ക് കൊടുക്കുകയാണ്. നന്നായി ആലോചിച്ച് തീരുമാനിക്ക് ജെന്നി. പിന്നെ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, നിങ്ങളുടെ അമ്മയ്ക്ക് ഭ്രാന്തൊന്നുമില്ല. പുറത്തിറങ്ങി വരുന്ന ജെന്നിയോട് അമ്മയ്ക്ക് വട്ടായതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം കാണിച്ചു വച്ചിരിക്കുന്നതെന്നും നീ അതിന്റെ പിന്നാലെ ഒന്നും പോകണ്ട, നേരായ രീതിയിൽ തന്നെ അവരെ നമുക്ക് സംസ്കരിക്കാമെന്നും സൈമൺ പറയുന്നുണ്ട്. അമ്മ ഇങ്ങനെ വെറുതെ ചെയ്യാൻ വഴിയില്ലെന്നും ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് ജെന്നി പറയാണ്. അതിന്റെ പേരിലാവട്ടെ അവർ രണ്ടുപേരും തമ്മിൽ ചെറിയൊരു വാക്കുതർക്കം ഉണ്ടാവുന്നുണ്ട്. പിന്നീട് കാണുന്നത് ഒരു ക്ലാസ്സിലിരിക്കുന്ന ജെന്നിയാണ്. അവൾ ഒരു മാത്തമാറ്റീഷ്യനാണ്. ഇപ്പോഴാവട്ടെ ഒരു പ്രൊഫസറിന്റെ കീഴിൽ അവൾ അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി നോക്കുകയും ചെയ്യാണ്. അമ്മയെ പറ്റിയുള്ള കാര്യങ്ങൾ ആലോചിച്ച് തല പുകഞ്ഞിരിക്കുന്ന ജെന്നിയോട് പ്രൊഫസർ ക്ലാസ് എടുക്കാൻ പറയുന്നുണ്ട്. അതേ തുടർന്ന് അവളാവട്ടെ കൊളാറ്റ്സ് കൺജക്ടർ എന്ന ടോപ്പിക്കിനെ പറ്റി ക്ലാസ് എടുക്കാൻ തുടങ്ങുകയാണ്. ഈ മെത്തേഡ് എന്തെന്നാൽ 1+1 ആൻസർ 1 ആയിരിക്കും. ഇതുപോലെയുള്ള ഉത്തരം കിട്ടാത്ത ഫോർമുലയെ പറ്റിയാണ് ഈ മെത്തേഡ് പറയുന്നത്. 1+1 = 1 എന്ന് പറയുന്നത് ഒരിക്കലും പോസിബിൾ അല്ല. പക്ഷേ ഈ മെത്തേഡ് വഴി അത് പോസിബിൾ ആണ്. നിങ്ങൾ തല പുകയ്ക്കണ്ട. അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും ഇതിന്റെ അർത്ഥം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ക്ലാസ് കഴിഞ്ഞിറങ്ങുന്ന ജെന്നി തന്റെ പ്രൊഫസറോട് ഈ നടന്ന സംഭവങ്ങളെല്ലാം പറയുന്നുണ്ട്. ജെന്നി, ഇതിൽ നിന്ന് നീ മനസ്സിലാക്കേണ്ടത് 2 കാര്യങ്ങളാണ്. ഒന്ന്, നിന്റെ അച്ഛൻ ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്നും
2 നിനക്കൊരു സഹോദരനുണ്ടെന്നും സത്യം എന്താണെന്ന് കണ്ടെത്തും വരെ നിന്റെ മനസ്സിന് സമാധാനം ഉണ്ടാവില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്യാണ്. പാരിഷിൽ വെച്ച് ഒരു യുദ്ധത്തിലാണ് അച്ഛൻ മരിച്ചതെന്ന് ജെന്നി പറയുമ്പോൾ നിനക്ക് ഉറപ്പില്ലാത്ത ഒരു കാര്യത്തെപ്പറ്റി അന്വേഷിക്കുന്നതിനേക്കാളും നല്ലത് ഉറപ്പുള്ള ഒരു കാര്യത്തെപ്പറ്റി അന്വേഷിക്കുന്നതാണെന്ന് പറയുന്ന അദ്ദേഹം അവൾ അമ്മയെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ എന്ന് ചോദിക്കുകയാണ്. അമ്മ ദെഹ്റോം എന്ന ഗ്രാമത്തിലാണ് ജനിച്ചതെന്നും കൂടാതെ ഡാരിഷ് യൂണിവേഴ്സിറ്റിയിൽ ഫ്രഞ്ച് പഠിച്ചിട്ടുണ്ടെന്നും പറയാം. അന്ന് രാത്രി നേവലിന്റെ മുറി പരിശോധിക്കുന്ന ജെന്നിക്ക് നേവലിന്റെ ഒരു പഴയ ഫോട്ടോഗ്രാഫ് കിട്ടുന്നുണ്ട്. പിന്നീട് കാണുന്നത് ഒരു ഫ്ലാഷ് ബാക്ക് സീനാണ്. ഒരു പബ്ലിക് പൂളിൽ നീന്തിക്കൊണ്ടിരിക്കുന്ന ജെന്നി കാണുന്നത് എന്തോ കണ്ട് പേടിച്ചരണ്ടിരിക്കുന്ന തന്റെ അമ്മയാണ്. അമ്മയ്ക്ക് അടുത്തേക്ക് ചെന്ന് അവരെ വിളിച്ചു നോക്കുന്നുണ്ടെങ്കിലും ഒരു തരത്തിലും അവര് പ്രതികരിക്കുന്നില്ല. എന്തോ കണ്ട് ഷോക്കായ അവസ്ഥയിലാണ് അവരുള്ളത്. അതേ തുടർന്നാണ് ജെന്നിയും സൈമണും കൂടി അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത്. അതിൽ പിന്നെയാണ് നേവൽ ആരോട് സംസാരിക്കാതാവുന്നതും കടുത്ത ഡിപ്രഷനിലായി മരണപ്പെടുന്നതും. കട്ട് ചെയ്ത പിന്നീട് കാണിക്കുന്നത് നേവലിന്റെ പാസ്റ്റ് ആണ്. നേവൽ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ച പെൺകുട്ടിയായിരുന്നു. ഒരു അഭയാർത്ഥിയായി തങ്ങളുടെ ഗ്രാമത്തിലേക്ക് എത്തിയ വഹാബ് എന്ന മുസ്ലിം പയ്യനുമായിട്ട് അവള് പ്രണയത്തിലാവുകയാണ്. കുടുംബത്തിന്റെ മറ്റു എതിർപ്പിനെ തുടർന്ന് അവര് രണ്ടുപേരും ചേർന്ന് ആ ഗ്രാമത്തിൽ നിന്നും ഒളിച്ചോടാൻ ശ്രമിക്കുന്നതിനിടയ്ക്കാണ് നേവലിന്റെ 2 സഹോദരന്മാരും അവരെ കണ്ടെത്തുന്നത്. ഒരു അഭയാർത്ഥിയായി ഇവിടെ എത്തിയ നിനക്ക് എന്റെ പെങ്ങളെയും കൊണ്ട് ഒളിച്ചോടാൻ എങ്ങനെയാടാ ധൈര്യം വന്നതെന്ന് ചോദിച്ച് നേവലിന്റെ സഹോദരൻ അപ്പൊ തന്നെ വഹാബിനെ ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ്. തന്റെ കൺമുന്നിൽ കൊല്ലപ്പെട്ട പ്രിയപ്പെട്ടവനെ നോക്കി ഷോക്കായിരിക്കുന്ന നേവലിനെയും അവളെ സഹോദരന്മാരെ കൊല്ലാൻ തുനിയുന്നുണ്ട്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് അവളുടെ അമ്മ വരുന്നതും അവളെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതും. വീട്ടിലേക്ക് എത്തിയ നേവലിനെ മുസ്ലിം പയ്യനായി ഒളിച്ചോടി കുടുംബത്തിന്റെ പേര് കളയാൻ നോക്കിയെന്നൊക്കെ പറഞ്ഞ് അവർ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. താൻ ഗർഭിണിയാണെന്നുള്ള സത്യം അപ്പോഴാണ് നേവൽ അവരോട് തുറന്നു പറയുന്നത്. ഇത് കേട്ട് ഷോക്കാവുന്ന അവര് വീണ്ടും അവളെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. പിന്നീട് ആ കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ടെങ്കിലും നേവൽ അതിലൊന്നും സമ്മതിക്കുന്നില്ല. ഒന്നും നടക്കില്ലെന്ന് മനസ്സിലാക്കിയ നേവലിന്റെ അമ്മ, നീ എനിക്കൊരു വാക്ക് തന്നാൽ ഈ കുഞ്ഞിന്റെ കാര്യത്തിൽ ഞാൻ നിന്നെ സഹായിക്കാന്ന് പറയാണ്. ഇനി നീ ഈ ഗ്രാമത്തിൽ നിൽക്കണ്ട. നിനക്കിവിടെ ഇനി വീടും ഇല്ല, ബന്ധുക്കളും ഇല്ല. നിന്റെ അമ്മാവന്റെ വീട്ടിലേക്ക് പോയി അവിടെ നിന്ന് നീ പഠിക്കണം. ഈ പഠിത്തം കഴിഞ്ഞ് തിരിച്ചു വരുന്നത് വരെ നിന്റെ കുഞ്ഞിനെ ഇവിടത്തെ അനാഥാലയത്തിലാക്കാം. ഈ പഠിത്തം കഴിഞ്ഞ് വന്നാ പിന്നെ ഈ കുഞ്ഞിനെയും കൊണ്ട് എവിടെയെന്ന് വെച്ചാ പൊക്കോ. അങ്ങനെ നീ തുടർന്ന് പഠിക്കാന്നുള്ള വാക്ക് എനിക്ക് തന്നാ ഈ കുഞ്ഞിന്റെ കാര്യത്തില് ഞാൻ നിന്നെ സഹായിക്കാം എന്നവര് പറയുമ്പോ വേറെ വഴിയൊന്നുമില്ലാതെ നേവൽ അത് സമ്മതിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നേവൽ ഒരു ആരോഗ്യവാനായ ആൺകുഞ്ഞിന് ജന്മം കൊടുക്കുന്നതാണ്. പ്രസവിച്ച ഉടൻ തന്നെ കുഞ്ഞിനെ തിരിച്ചറിയാനായിട്ട് അവന്റെ കാലില് ഒരു 3 ഡോട്ട്സ് പച്ച കുത്തി വെക്കുകയാണ്. അതവര് നേവലിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യമായി ആ കുഞ്ഞിനെ കയ്യിലേക്ക് എടുക്കുന്ന നേവലാവട്ടെ അമ്മ നിന്നെ ഒരിക്കലും തനിച്ചാക്കില്ലെന്നും അമ്മ നിന്നെ കണ്ടെത്തി നിന്റെ അടുക്കിലേക്ക് വരുമെന്നുള്ള വാക്ക് ആ കുഞ്ഞിന് കൊടുക്കുകയാണ്. മനസ്സില്ലാ മനസ്സോടെ അവൾ ആ കുഞ്ഞിനെ അവരുടെ കയ്യിൽ ഏൽപ്പിക്കുന്നുണ്ട്. പിന്നീട് നേവലാവട്ടെ ആ ഗ്രാമത്തിൽ നിന്നും തന്റെ അമ്മാവന്റെ വീടായ ഡാരിഷിലേക്ക് തുടർന്നുള്ള പഠനത്തിനായി പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നതാവട്ടെ ഇവിടെ പ്രസന്റില് തന്റെ അമ്മ പഠിച്ച യൂണിവേഴ്സിറ്റിയിൽ വന്നിരിക്കുന്ന ജെന്നിയെയാണ്. അവിടെയുള്ള ഒരു റിസപ്ഷനിസ്റ്റിനോട് നേവലിന്റെ ഫോട്ടോ കാണിച്ച് 35 വർഷം മുമ്പ് ഇവിടെ പഠിച്ചതാണെന്നും ഇവരെ പറ്റി കൂടുതൽ അറിയാൻ എന്തെങ്കിലും വഴി ഉണ്ടാവുമെന്നും ചോദിക്കുകയാണ്. 35 വർഷം മുമ്പ് ഞാൻ ജനിച്ചിട്ട് പോലുമില്ല, പിന്നെ എങ്ങനെയാണ് ഞാനിത് അറിയുന്നതെന്ന് അവര് ചോദിക്കുന്നുണ്ടെങ്കിലും ഒരുപാട് ദൂരെന്ന് വരുന്നതാണെന്നൊക്കെ പറഞ്ഞ് ജെന്നി റിക്വസ്റ്റ് ചെയ്യുമ്പോൾ പണ്ട് കാലം മുതൽ തന്നെ അവിടെ പഠിപ്പിച്ചിരുന്ന ഒരു പ്രൊഫസറുടെ അരികിലേക്ക് അവളെ അയക്കുകയാണ്. ആ ഫോട്ടോ കാണുന്ന പ്രൊഫസർ ആവട്ടെ കണ്ടിട്ട് നല്ല പരിചയം തോന്നുന്നെന്നും ഒരുപക്ഷെ അന്ന് യൂണിവേഴ്സിറ്റിയിൽ യുദ്ധത്തിനെതിരെയും അഭയാർത്ഥികളെ പിന്തുണച്ചും ഒരു പത്ര യൂണിറ്റ് പ്രവർത്തിച്ചിരുന്നു. ഈ ഫോട്ടോയിലുള്ള ആള് അതിൽ പ്രവർത്തിച്ചിരിക്കാനുള്ള സാധ്യത ഉള്ളതായി പറയുകയാണ്. കൂടാതെ ആ ഫോട്ടോയിലേക്ക് സൂക്ഷിച്ചു നോക്കുന്ന പ്രൊഫസറിന് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലെ ചില അറബ് വാക്കുകളൊക്കെ കണ്ടിട്ട് അതൊരു ജയിലിൽ വെച്ചാണ് എടുത്തതെന്ന് മനസ്സിലാവുകയാണ്. ഈ കാര്യം ജെന്നിയോട് പ്രൊഫസർ പറയുന്നുണ്ട്. അമ്മ ജയിലിൽ കിടന്നിട്ടുണ്ടെന്നുള്ളത് ജെന്നിക്ക് പുതിയ അറിവായിരുന്നു. അമ്മ എങ്ങനെയാണ് ജയിലിലായതെന്നൊക്കെ ആലോചിച്ച് അവള് ഷോക്കാവുന്നുണ്ട്. കട്ട് ചെയ്താ പിന്നീട് കാണിക്കുന്നത് നേവലിന്റെ കോളേജ് കാലഘട്ടമാണ്. ആ സമയത്ത് അവിടുത്തെ മുസ്ലിങ്ങളും ക്രിസ്ത്യൻസുമായിട്ട് വലിയ കലാപം തന്നെ നടക്കുകയാണ്. ആ നാടും അവരുടെ കോളേജും എല്ലാം ക്രിസ്ത്യൻ ഗവൺമെന്റിന്റെ അണ്ടറിലാണ്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള മുസ്ലിംസിന്റെ കാര്യവും വലിയ പ്രതിസന്ധിയിലാണ്. ആ നാട്ടിലേക്ക് എത്തിയ അഭയാർത്ഥികളിൽ ചിലരെ അവിടെ നിന്ന് ഓട്ടിക്കാനായിട്ടാണ് ക്രിസ്ത്യൻ ഗവൺമെന്റ് ശ്രമിക്കുന്നത്. പക്ഷെ അവിടെയുള്ള മുസ്ലിംസ് ആവട്ടെ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് മുസ്ലിങ്ങളും ക്രിസ്ത്യൻസും തമ്മിലുള്ള ഒരു വർഗീയ കലാപമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നേവലാവട്ടെ ഒരു ക്രിസ്ത്യൻ ആണെങ്കിൽ കൂടിയും അഭയാർത്ഥികളെ സംരക്ഷിക്കാനും അവർക്കെതിരെയുള്ള അനീതിക്കുമായിട്ട് അവരുടെ കോളേജിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പത്രത്തിലൊക്കെ സജീവമായിട്ട് പ്രവർത്തിച്ചു വരികയാണ്. ആ സമയത്താണ് യുദ്ധ സാഹചര്യം വളരെ മോശമാവുന്നതും യൂണിവേഴ്സിറ്റി വരെ അടച്ചിടേണ്ട അവസ്ഥ വരികയും ചെയ്യാണ്. സൗത്തിലുള്ള ക്രിസ്ത്യൻ ഗ്രാമങ്ങളെല്ലാം ആക്രമിക്കപ്പെട്ടെന്നും ഇവിടെയും പ്രശ്നം വഷളാകാൻ അധിക സമയം വേണ്ട, അതുകൊണ്ടാണ് യൂണിവേഴ്സിറ്റി വരെ അടച്ചത്. നമുക്ക് ഇന്ന് രാത്രി തന്നെ ഇവിടെ നിന്നും വേറെ എങ്ങോട്ടെങ്കിലും മാറി താമസിക്കാന്ന് നേവലിന്റെ അമ്മാവൻ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന നേവലാവട്ടെ ആകെ പകച്ചു പോകുന്നുണ്ട്. കാരണം അവളുടെ കുട്ടിയും ഇപ്പൊ സൗത്തിലൊരു അനാഥാലയത്തിലാണുള്ളത്. അന്ന് രാത്രി തന്നെ അങ്ങോട്ടേക്ക് പുറപ്പെടാനായിട്ട് തീരുമാനിക്കുകയാണ് നേവൽ. അങ്ങോട്ടേക്ക് പോവണ്ട, അത് അപകടമാണെന്നൊക്കെ അവളുടെ കസിൻ പറയുന്നുണ്ടെങ്കിലും എന്റെ മോനെ പറ്റി ഓർക്കാത്ത ഒരു ദിവസം പോലും ഇല്ല. ഞാൻ അവന് വാക്ക് കൊടുത്തതാണ്, എനിക്ക് അവന്റെ
അവന്റെ അടുത്തേക്ക് ചെന്നേ പറ്റൂ എന്ന് പറയുന്ന നേവല് മറ്റാരും അറിയാതെ അന്ന് രാത്രി തന്നെ അവിടെ നിന്ന് ഇറങ്ങുവാണ്. സൗത്തിലേക്ക് എത്തിയ നേവല് കാണുന്നത് അവിടുത്തെ സാഹചര്യം ആകെ മാറിയിരിക്കുന്നതാണ്. യുദ്ധത്തിൽ നിന്നും അക്രമത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് ജനങ്ങൾ കൈ കിട്ടിയതും കൊണ്ട് രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണ്. വലിയ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നേവൽ തന്നെ നാട്ടിലേക്ക് എത്തിപ്പെടുന്നത് പോലും. നാട്ടിലേക്ക് എത്തിയ നേവലാവട്ടെ ആദ്യം പോകുന്നത് മരിച്ചുപോയ അവളുടെ കാമുകനും അവള് സ്ഥിരമായിട്ട് കാണാറുണ്ടായിരുന്ന ഒരു മരച്ചോട്ടിലേക്കാണ്. അവിടെ കുറച്ചു നേരം അയാളുടെ ഓർമ്മയിൽ നിന്ന ശേഷം അവള് തന്റെ കുഞ്ഞുള്ള അനാഥാലയത്തിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് നോക്കുമ്പോഴാവട്ടെ അവിടെ പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. ആൺകുട്ടികളൊക്കെ എവിടെ പോയെന്ന് അവിടെ ജോലി ചെയ്യുന്ന ഒരു ലേഡിയോട് നേവൽ ചോദിക്കുമ്പോൾ ആൺകുട്ടികളെല്ലാം അടുത്തു തന്നെയുള്ള ഒരു അനാഥാലയത്തിലേക്ക് മാറ്റിയെന്നും ആ അനാഥാലയം ഇന്നലെ രാത്രി ആക്രമിക്കപ്പെട്ടെന്നും പറയാണ്. ഇത് കേട്ട് പേടിക്കുന്ന നേവലാവട്ടെ തന്റെ മകൻ എന്തെങ്കിലും പറ്റുമെന്നുള്ള ആദ്യോടെ അങ്ങോട്ടേക്ക് പോവുകയാണ്. അവിടേക്ക് ചെന്ന നേവലിനെ കാത്തിരിക്കുന്നത് ഹൃദയം തകർക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. ഒരു പൊടി പോലും ബാക്കിയില്ലാതെ ആ അനാഥാലയം തന്നെ പൂർണ്ണമായും തകർക്കപ്പെട്ട നിലയിലായിരുന്നു. അവിടെ നിന്നൊരാളോട് എന്ത് സംഭവിച്ചെന്നും കുട്ടികളൊക്കെ എവിടെ പോയെന്നും നേവല ചോദിക്കുന്നുണ്ട്. അഭയാർത്ഥികളിൽ ചിലരെ കൊന്നതിന് പ്രതികാരമായിട്ട് മുസ്ലിം തീവ്രവാദികൾ അനാഥാലയം ആക്രമിച്ചതായിരുന്നു. കുട്ടികളെയൊക്കെ അവര് കൊണ്ടുപോയി കാണുമെന്നും അയാൾ പറയുന്നുണ്ട്. അങ്ങനെ അവരുടെ കയ്യിൽപ്പെട്ട നേവലിന്റെ മോനെയാണ് നമ്മൾ സിനിമയുടെ തുടക്കത്തിൽ കണ്ടത്. ഇനി ഒരിക്കലും തന്റെ മോനെ തിരിച്ചു കിട്ടില്ലെന്ന് മനസ്സിലാക്കുന്ന നേവല് അവിടെ ഇരുന്ന് പൊട്ടിക്കരയുകയാണ്. പിന്നീട് കാണുന്നത് അവിടുന്ന് പോവാനായിട്ട് വഴിയിൽ ലിഫ്റ്റ് നോക്കി നിൽക്കുന്ന നേവലിനെയാണ്. കുറച്ച് മുസ്ലിംസ് പോകുന്ന ഒരു വാൻ അപ്പോഴാണ് അങ്ങോട്ടേക്ക് വരുന്നത്. കഴുത്തിലെ കൊന്തയൊക്കെ മാറ്റി തലയിൽ തുണിയൊക്കെ ഇട്ട് ഒരു മുസ്ലിമിനെ പോലെ അവള് ലിഫ്റ്റ് ചോദിക്കുകയും അതിൽ കയറുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആ വാൻ ക്രിസ്ത്യൻ തീവ്രവാദികളിൽപ്പെട്ട ചിലർ തടഞ്ഞു നിർത്തുകയും വാനിനുള്ളിലേക്ക് ഷൂട്ട് ചെയ്യുകയും ചെയ്യാണ്. അതിലുണ്ടായിരുന്ന എല്ലാരും കൊല്ലപ്പെടുന്നുണ്ടെങ്കിലും നേവലും പിന്നെ ഒരു അമ്മയും കുഞ്ഞും മാത്രം ബാക്കിയാവുകയാണ്. തീവ്രവാദികളാവട്ടെ ആ വാൻ പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ നോക്കുമ്പോൾ പുറത്തേക്ക് ഇറങ്ങി വന്ന നേവല് തന്റെ കൊന്തമാല കാണിച്ച് താനൊരു ക്രിസ്ത്യൻ ആണെന്ന് വിളിച്ചു പറയുകയാണ്. കൂടെ ഉണ്ടായിരുന്ന സ്ത്രീയുടെ കുഞ്ഞിനെങ്കിലും രക്ഷപ്പെടുത്താന്ന് വിചാരിക്കുന്ന നേവല് ആ സ്ത്രീയുടെ കയ്യിൽ നിന്നും അത് തന്റെ കുഞ്ഞാണെന്ന് പറഞ്ഞ് എടുത്ത് പുറത്തേക്ക് ഇറങ്ങുകയാണ്. തന്റെ അമ്മയെ കൺമുന്നിൽ വെച്ച് തീവ്രവാദികൾ വെടിവെച്ച് കൊല്ലുന്ന കാണുന്ന കുഞ്ഞ് അമ്മയെന്ന് പറഞ്ഞ് കരയുന്നുണ്ട്. ഇത് കാണുന്നവർക്ക് മനസ്സിലാവുന്നുണ്ട് അതൊരു മുസ്ലിം കുട്ടിയാണെന്ന്. ഒരു ദയയില്ലാതെ ആ കുഞ്ഞിനെ അവരപ്പോ തന്നെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നുണ്ട്. കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ഒരു നിമിഷം കൊണ്ട് തന്റെ കൺമുന്നിൽ കൊല്ലപ്പെട്ടു. ആ കുഞ്ഞിനെ പോലും അവക്ക് രക്ഷിക്കാൻ സാധിച്ചില്ല. ആ തീവ്രവാദികളിൽ ഒരാളുടെ ടീഷർട്ടിൽ അവരുടെ നേതാവിന്റെ ചിത്രം കാണുന്ന നേവലിന് അയാളോട് അതിയായ ദേഷ്യം തോന്നുകയാണ്. കട്ട് ചെയ്ത പിന്നെ പ്രസന്റിലെ ജെന്നിയാണ് കാണിക്കുന്നത്. അമ്മയുടെ നാട്ടിലേക്ക് എത്തിയ ജെന്നി അവിടെ ഉള്ളവരിൽ ചിലരോട് നേവലിന്റെ ഫോട്ടോ കാണിച്ച് കൂടുതൽ അറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുവരെ നന്നായിട്ട് പെരുമാറിയിരുന്ന അവര് നേവലിന്റെ ഫോട്ടോ കണ്ടതോടെ അവരുടെ കുടുംബത്തെയും മതത്തിനെയും നാണം കെടുത്തിയെന്നൊക്കെ പറഞ്ഞ് ജെന്നിയോട് ദേഷ്യപ്പെടുകയും അവളെ ഇറക്കി വിടുകയും ചെയ്യുകയാണ്. പിന്നീട് വീണ്ടും നേവലിന്റെ പാസ്റ്റ് ആണ് കാണുന്നത്. നഷ്ടപ്പെട്ടു പോയ തന്റെ മോനും കൺമുന്നിൽ നടന്ന സാധാരണക്കാരുടെയും തന്റെ കാമുകന്റെ ഒക്കെ മരണവും അവളില് ക്രിസ്ത്യൻ ഗവൺമെന്റിനോട് തന്നെ വലിയ ദേഷ്യം ഉണ്ടാക്കുന്നുണ്ട്. ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ട നേവല് തനിക്കുണ്ടായ വേദനകളെല്ലാം അവരും അറിയണം എന്ന തീരുമാനത്തിൽ മുസ്ലിം തീവ്രവാദികൾക്കൊപ്പം ചേരുകയാണ്. അങ്ങനെ വർഷങ്ങളോളം അവൾ അവർക്കൊപ്പം പ്രവർത്തിക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് ശേഷം ഫ്രഞ്ച് അറിയാവുന്നത് കൊണ്ട് തന്നെ നേവല് ആ ക്രിസ്ത്യൻ നേതാവിന്റെ വീട്ടില് അയാളുടെ കുട്ടിയെ ഫ്രഞ്ച് പഠിപ്പിക്കാനായിട്ട് പോവുകയാണ്. ഒരവസരത്തിനായി കാത്തിരിക്കുന്ന നേവല് അങ്ങനെ ഒരു അവസരം വന്നപ്പോ അയാളെ ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ്. അവിടെ ഉണ്ടായിരുന്ന അയാളുടെ ആൾക്കാര് പിന്നെ അവളെ വെറുതെ വിടുവോ? വളരെ ക്രൂരമായിട്ട് അവളെ ഉപദ്രവിച്ച ശേഷം അവിടെ ഉണ്ടായിരുന്നതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട ഒരു ജയിലിലേക്ക് അവളെ അയക്കുകയാണ്. കട്ട് ചെയ്ത പിന്നീട് പ്രസന്റിലെ ജെന്നിയാണ് കാണിക്കുന്നത്. അവൾ ആ ജയിലിലേക്ക് വന്നിരിക്കുകയാണ്. ഒരുപാട് കാലം കഴിഞ്ഞതുകൊണ്ട് തന്നെ ആ ജയിൽ ഇപ്പൊ പ്രവർത്തിക്കുന്നില്ല. തകർന്ന അവസ്ഥയിലുള്ള ആ ജയില് ജെന്നി നോക്കി കാണുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ഒരാളോട് ഫോട്ടോ കാണിച്ച് ജെന്നി അന്വേഷിക്കുന്നുണ്ടെങ്കിലും അയാൾക്ക് അറിയില്ലായിരുന്നു. പകരം മുൻപ് അവിടെ ജോലി ചെയ്തിരുന്ന ഒരാളടുത്തേക്ക് ജെന്നി അയാൾ പറഞ്ഞു വിടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എത്തുന്ന ജെന്നി നേവലിന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം ഒന്നും പറയാൻ തയ്യാറാവുന്നില്ല. ഫോട്ടോയിലുള്ളത് എന്റെ അമ്മയാണെന്ന് പറയുന്ന ജെന്നിയോട് ചില കാര്യങ്ങളൊക്കെ അറിയാതിരിക്കുന്നതാണ് നല്ലതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്തും കേൾക്കാൻ തയ്യാറായിട്ടാണ് താൻ വന്നിരിക്കുന്നതെന്ന് പറയുന്ന ജെന്നിയോട് അവസാനം അദ്ദേഹം മനസ്സ് തുറക്കുകയാണ്. വലതുപക്ഷ ക്രിസ്ത്യൻ നേതാവിനെ കൊന്നതിനാണ് അവള് ജയിലിലേക്ക് എത്തുന്നത്. അതിനു പകരമായിട്ട് 15 വർഷക്കാലം ജയിലിൽ അനുഭവിച്ചു തീർത്തു. എപ്പോഴും പാട്ട് പാടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ ഉള്ളവരെല്ലാം സിംഗിങ് ലേഡി എന്നാണ് അവളെ വിളിച്ചുകൊണ്ടിരുന്നത്. 72 സെക്ടറിലെ സിംഗിങ് ലേഡി. അവളെ തകർക്കാനായിട്ട് അവരെ കൊണ്ടാവുന്ന വിധത്തിലെല്ലാം അവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരുടെ എല്ലാം മുന്നില് അവള് നിവർന്നു തന്നെ നിന്നു. എന്റെ ജീവിതത്തില് അതുപോലൊരു പെണ്ണിനെ അതിനു മുൻപും ശേഷവും ഞാൻ കണ്ടിട്ടില്ല. ഒരിക്കലും തകർക്കാൻ പറ്റാത്തൊരുവളെ. അവർക്കെല്ലാം അവളോട് അതിയായ ദേഷ്യമായിരുന്നു. അവളെ മര്യാദ പഠിപ്പിക്കാനായിട്ടാണ് അബൂ താരീഖിനെ അവർ അങ്ങോട്ട് കൊണ്ടുവരുന്നത്. അബൂ താരീഖോ? അതാരാണെന്ന് ജെന്നി ചോദിക്കുകയാണ്. അബൂ താരീഖ് ആളുകളെ ടോർച്ചർ ചെയ്യുന്നതില് സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു. അവളെ അയാള് ക്രൂരമായ റേപ്പിന് ഇരയാക്കി. അവളെ മാനസികമായി തകർക്കാനും അവള് പാടാതിരിക്കാനുമായിട്ട് ദിവസങ്ങളോളം അയാൾ അവളെ പീഡിപ്പിച്ചു. അവസാനം
പകരം ജയിലിൽ വെച്ച് തന്നെ അവള് ഗർഭിണിയായി. അബൂതാക്കറിന്റെ കുഞ്ഞിനെ ജയിലിൽ തന്നെ അവള് പ്രസവിച്ചു. പിന്നീട് ജയിലിൽ നിന്നും അവളെ വിട്ടയച്ചു. നേവല് പ്രസവിച്ച ആ കുഞ്ഞ് എവിടെയാണെന്ന് അറിയാമോന്ന് ജെന്നി ചോദിക്കുമ്പോ ഇല്ല എന്ന് അദ്ദേഹം പറയാണ്. പകരം അന്ന് പ്രസവ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ഒരു നഴ്സിന്റെ ഡീറ്റെയിൽസ് അദ്ദേഹം അവൾക്ക് കൊടുക്കുകയാണ്. തന്റെ അമ്മ അവരുടെ ജീവിതത്തില് ഇത്രയും ക്രൂരതകൾ അനുഭവിച്ചിട്ടുണ്ടെന്നറിയുന്ന ജെന്നി പുറത്തിറങ്ങിയ ശേഷം കരഞ്ഞുകൊണ്ട് സൈമണെ വിളിക്കുകയാണ്. സൈമൺ ആവട്ടെ അപ്പോഴും ജെന്നിയോട് ദേഷ്യത്തിൽ തന്നെയായിരുന്നു. അമ്മ 15 വർഷം ജയിലിലായിരുന്നെന്നും അവിടെ വെച്ച് റേപ്പിന് ഇരയായിട്ടുണ്ടെന്നും അങ്ങനെ ജയിലിൽ തന്നെയാണ് നമ്മുടെ സഹോദരനെ പ്രസവിച്ചതെന്നും ജെന്നി സൈമണോട് പറയാണ്. കൂടാതെ നീ എത്രയും പെട്ടെന്ന് തന്നെ എന്റെ അടുത്തേക്ക് വരണമെന്നും പറയാണ്. ജെന്നി വിചാരിച്ചിരിക്കുന്നത് നേവല് ജയിലിൽ വെച്ച് പ്രസവിച്ച ആ കുട്ടിയാണ് അവരുടെ ചേട്ടനെന്നാണ്. കട്ട് ചെയ്താൽ വീണ്ടും നേവലിന്റെ പാസ്റ്റ് ആണ് കാണിക്കുന്നത്. തടവുകാരായി അവിടെ എത്തുന്ന സ്ത്രീകളെ പീഡിപ്പിക്കുന്നതിലും ഉപദ്രവിക്കുന്നതിലും ഒക്കെ പേര് കേട്ടൊരു ജയിൽ തന്നെയായിരുന്നു അത്. ഓരോ ദിവസവും ഓരോ സ്ത്രീകളുടെ അലമുറകൾ കേൾക്കുന്ന നേവല് അവിടെയുള്ളവരോടുള്ള പ്രതിഷേധം എന്ന പോലെയാണ് പാട്ട് പാടാൻ തുടങ്ങുന്നത്. പാടുന്നത് നിർത്താനായിട്ട് അവരവളെ ഒരുപാട് ഉപദ്രവിച്ചെങ്കിലും അവളുടെ പ്രതിഷേധം അവസാനിപ്പിക്കാനൊന്നും അവൾ തയ്യാറായിരുന്നില്ല. അപ്പോഴാണ് അങ്ങോട്ടേക്ക് അബൂ താരിഖ് എത്തുന്നത്. നേവലിനെ വളരെ ക്രൂരമായ രീതിയിൽ റേപ്പ് ചെയ്തതിനു ശേഷം പുറത്തേക്ക് ഇറങ്ങുന്ന അബൂ താരിഖ് ഇനി നീ പാടടി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നേവല് ജയിലിൽ വെച്ച് തന്നെ ഗർഭിണിയാവുന്നുണ്ട്. ആ കുട്ടികളെ ഇല്ലാതാക്കാനായിട്ട് കൈകൊണ്ട് ഒരുപാട് തവണ അവള് വയറ്റിലടിച്ച് നോക്കുന്നൊക്കെ ഉണ്ട്. എങ്കിലും അവസാനം ആ ജയിലിൽ തന്നെ അവള് 2 ഇരട്ട കുട്ടികൾക്ക് ജന്മം കൊടുക്കുന്നുണ്ട്. അതൊരു മോശപ്പെട്ട ജയിലായതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രസവങ്ങളൊന്നും അവിടെ പുതിയതല്ല. എപ്പോഴത്തെയും പോലെ നേവലിന്റെ കുട്ടികളെയും ആറ്റിലെറിഞ്ഞു കൊല്ലാനായിട്ട് അവിടെ നിന്ന് ഒരാൾ കൊണ്ടുപോകുമ്പോൾ പ്രസവത്തിനുണ്ടായിരുന്ന ആ നഴ്സാണ് കുട്ടികളെ താൻ നോക്കിക്കോളാന്ന് പറഞ്ഞ് അവരെ മരണത്തിൽ നിന്നും രക്ഷിക്കുന്നത്. കട്ട് ചെയ്ത പിന്നീട് കാണിക്കുന്നത് വക്കീലിനെയും സൈമണിനെയാണ്. അവര് രണ്ടും ജെന്നിക്ക് അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പരിചയമില്ലാത്ത നാടായതുകൊണ്ട് തന്നെ വക്കീലിന്റെ ഒരു കൂട്ടുകാരനും ആ നാട്ടുകാരനുമായിട്ടുള്ള മദാദിനെയും കൂടി അവർ കൂടെ കൂട്ടുന്നുണ്ട്. അങ്ങനെ ആ നഴ്സിനെ കണ്ടുപിടിച്ച് അവരുള്ള ഹോസ്പിറ്റലിലേക്ക് അവരെല്ലാം കൂടി വന്നിരിക്കുകയാണ്. ആ നഴ്സാവട്ടെ ഇപ്പൊ വയ്യാതെ കിടപ്പിലായ അവസ്ഥയിലാണ്. നേവലിന്റെ മക്കളാണ് അവരെന്നറിയുമ്പോൾ തന്നെ അവർക്ക് വലിയ സന്തോഷമാവുന്നുണ്ട്. ഞാനാണ് നേവലിന്റെ പ്രസവം എടുത്തതെന്നും ജയിലിലുള്ളവര് കുഞ്ഞുങ്ങളെ കൊല്ലാൻ നോക്കിയപ്പോ താൻ രക്ഷപ്പെടുത്തിയെന്നും നേവല് ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോ അവരെ തിരികെ കൊടുത്തെന്നും ഒക്കെ നഴ്സ് പറയുകയാണ്. അവരോട് അങ്ങനെ സംസാരിക്കുമ്പോഴാണ് ജെന്നിക്ക് സൈമണിനും അമ്മ തങ്ങളെയാണ് ജയിലിൽ പ്രസവിച്ചതെന്നുള്ള സത്യം മനസ്സിലാവുന്നത്. ജയിലിലുണ്ടായിരുന്ന ആ ദുഷ്ടനാണ് അവരുടെ അച്ഛൻ എന്നുള്ള തിരിച്ചറിവ് അവർക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ഷോക്കായിരുന്നു. കട്ട് ചെയ്ത പിന്നീട് ഒരു സ്നൈപ്പറിനെയാണ് കാണിക്കുന്നത്. ഒരുപാട് കുട്ടികളെ ഒറ്റയടിക്ക് തന്നെ അവൻ ഷൂട്ട് ചെയ്ത് വീഴ്ത്തതാണ്. ആ സ്നൈപ്പർ നമ്മളുടെ നേവലിന്റെ മോനാണ്. പിന്നീട് കാണിക്കുന്നത് പ്രസന്റില് ഒരു റെസ്റ്റോറന്റിൽ ഇരിക്കുന്ന ജെന്നിയെയും സൈമണിനെയും വക്കീലിനെയും മദാദിനെയാണ്. അവരുടെ സഹോദരനെയും അച്ഛനെയും പറ്റിയൊക്കെ അന്വേഷിക്കാനായിട്ട് വക്കീല് മദാദിനെ ഏൽപ്പിച്ചിരുന്നു. അയാൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച വിവരം പങ്കുവയ്ക്കാനാണ് അവരിപ്പോ ഒന്നിച്ചു കൂടിയിരിക്കുന്നത്. നിങ്ങളുടെ അച്ഛനായ അബൂ താരിഖിന്റെ മരണ സർട്ടിഫിക്കറ്റ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഒരുപക്ഷെ അദ്ദേഹം ചിലപ്പോൾ ജീവനോടെ ഉണ്ടാകാം, ഇല്ലെങ്കിൽ ചിലപ്പോൾ നാട് വിട്ടു പോയിട്ടുണ്ടാവും. പിന്നെ നിങ്ങളുടെ സഹോദരന്റെ കാര്യം 1970 മെയ്യിലാണ് നിങ്ങളുടെ അമ്മയായ നേവല് ഒരു വയറ്റാട്ടിയായ സ്ത്രീ വഴി കുഞ്ഞിനെ ഓർഫണേജിലാക്കുന്നത്. യുദ്ധം നടന്നുകൊണ്ടിരുന്ന സമയമായതുകൊണ്ട് തന്നെ അന്നത്തെ അവിടുത്തെ രജിസ്റ്റർ ഒന്നും കിട്ടാൻ ഒരു വഴിയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ ഓർഫണേജിൽ നിന്നും നാഷണൽ ചാരിറ്റിക്ക് അയച്ച കുറച്ച് ഡേറ്റകൾ ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഡേറ്റ പ്രകാരം 1970 മെയ് മാസത്തില് ആകെ ഒരേ ഒരു ആൺകുട്ടിയെ ആ ഓർഫണേജിലേക്ക് എത്തിയിട്ടുള്ളൂ. അവന്റെ പേരാണ് നിഹാദ്. നിഹാദാണ് നിങ്ങൾ അന്വേഷിക്കുന്ന നിങ്ങളുടെ സഹോദരൻ. യുദ്ധസമയം ആയതുകൊണ്ട് തന്നെ ആ സമയങ്ങളിലൊന്നും അഡോപ്ഷൻ ഒന്നും നടന്നിട്ടില്ല. 1974 ഓർഫണേജ് ആക്രമിക്കപ്പെട്ടത്. നിലവില് നിങ്ങളെ സഹോദരനെ കണ്ടെത്താനായിട്ട് നമ്മുടെ കയ്യിൽ നേരായ മാർഗങ്ങളൊന്നുമില്ല. പക്ഷേ ഒരു വളഞ്ഞ വഴിയുണ്ട്. ഷംസുദ്ദീൻ അന്ന് ആ ഓർഫണേജ് തകർത്തവരുടെ തലവനായിരുന്നു. അയാളെ ഇനി എവിടെ പോയാണ് അന്വേഷിക്കേണ്ടത് എന്ന് ചോദിക്കുന്ന സൈമണോട് നീ അയാളെ അന്വേഷിക്കേണ്ട, അയാള് നിന്നെ തേടി വരുമെന്ന് മദാദ് പറയുകയാണ്. സത്യത്തില് ഈ ഷംസുദ്ദീനാണ് അന്നത്തെ മുസ്ലിം തീവ്രവാദികളുടെ തലവൻ. അയാളുടെ നിർദ്ദേശപ്രകാരമാണ് നേവൽ ആ ക്രിസ്ത്യൻ നേതാവിനെ കൊല്ലുന്നത് തന്നെ. ഷംസുദ്ദീന്റെ അടുത്തെത്താനായിട്ട് മദാദ് പറഞ്ഞതുപോലെ ഒരു അഭയാർത്ഥി ക്യാമ്പിലേക്ക് എത്തിയ സൈമൺ അവിടെ ഉള്ളവരിൽ ചിലരോട് താൻ സിംഗിങ് ലേഡിയുടെ മോനാണെന്നും തന്റെ സഹോദരനായ നിഹാദിനെ അന്വേഷിച്ചാണ് വന്നിരിക്കുന്നതെന്നും പറയുകയാണ്. അന്ന് തന്നെ സൈമന്റെ ഫ്ളാറ്റിലേക്ക് എത്തിയ ഷംസുദ്ദീന്റെ ആൾക്കാര് അവനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. വെട്ടേത വീണ്ടും ഫ്ലാഷ് ബാക്കില് ജയിലിൽ നിന്ന് ഇറങ്ങിയ നേവലിനെ വന്ന് കാണുന്ന ഷംസുദ്ദീനെയാണ് കാണിക്കുന്നത്. നീ ഞങ്ങൾക്ക് വലിയ സഹായമാണ് ചെയ്തതെന്നും നിനക്ക് നിന്റെ കുട്ടികൾക്കും എന്നും ഞാൻ ഉണ്ടായിരിക്കുമെന്നും അയാൾ പറയുന്നുണ്ട്. നേവൽ ആ നാട്ടിൽ തന്നെ തുടരുന്നത് സുരക്ഷിതമല്ലാത്തോണ്ട് നേവലിന് അമേരിക്കയിൽ ഒരു ജോലി ശരിയാക്കുന്നതും അവളെയും കുട്ടികളെയും അങ്ങോട്ടേക്ക് അയക്കുന്നതും അയാളാണ്. പിന്നീട് വീണ്ടും പ്രസന്റില് കണ്ണൊക്കെ കെട്ടി ഷംസുദ്ദീന്റെ അടുത്തേക്ക് വന്നിരിക്കുന്ന സൈമണെയാണ് കാണിക്കുന്നത്. സുരക്ഷാ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ കൊണ്ടുവരേണ്ടി വന്നതെന്നും എന്റെ അടുത്ത് നിന്ന് എന്ത് സഹായമാണ് വേണ്ടതെന്നും ഷംസുദ്ദീൻ ചോദിക്കുകയാണ്. എന്റെ അമ്മയെ അറിയുമെന്ന് ചോദിക്കുന്ന സൈമണോട് അറിയാം, അവള് ഞങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്തിട്ടുണ്ടെന്ന് അയാൾ പറയുന്നുണ്ട്. ഞാൻ എന്റെ സഹോദരനായ നിഹാദിനെ അന്വേഷിച്ചാണ് വന്നിരിക്കുന്നതെന്ന് അവൻ പറയുകയാണ്. നിഹാദ് നിന്റെ സഹോദരനാണെന്നുള്ള കാര്യം നിനക്ക് എങ്ങനെ അറിയാമെന്ന് ഷംസുദ്ദീൻ ചോദിക്കുന്നുണ്ട്. ദഹ്റോമിലെ
ഒരു ഓർഫണേജില് നിഹാദ് ഉണ്ടായിരുന്നെന്നും അവിടുത്തെ രജിസ്റ്ററിലെ ഡേറ്റും സമയവും മാസവും ഒക്കെ വെച്ച് നോക്കിയപ്പോ നിഹാദാണ് എന്റെ സഹോദരന് മനസ്സിലായെന്ന് പറയാണ്. ആ ഓർഫണേജ് ആക്രമിച്ചത് എന്റെ ആൾക്കാരാണ്. അവിടെ ഉണ്ടായിരുന്ന അനാഥ കുട്ടികളെ ഞങ്ങൾക്കൊപ്പം കൂട്ടി അവർക്ക് പരിശീലനം കൊടുത്ത് അവരെ പൊരുതാൻ പ്രാപ്തരാക്കി. ആ കൂട്ടത്തിലുണ്ടായിരുന്ന നിഹാദ് വളരെ മികച്ച പോരാളി തന്നെയായിരുന്നു. അവനെപ്പോഴും അവന്റെ അമ്മയെ കണ്ടെത്തണമെന്ന ചിന്തയായിരുന്നു. അതിനായി അവൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുമുണ്ട്. ഒരിക്കൽ എന്നെ കാണാൻ വന്നിരുന്ന അവൻ ഒരു രക്തസാക്ഷിയാവാൻ അവന് സമ്മതമാണെന്ന് പറയുണ്ടായി. അങ്ങനെ ആയാല് എല്ലാ മതിലിലും തന്റെ ചിത്രം പതിയുന്നതോടെ തന്റെ അമ്മ തന്നെ കണ്ടെത്തുമെന്നാണ് അവൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ അവനെ അന്ന് അതിന് സമ്മതിച്ചില്ല. പിന്നീട് നടന്നൊരു ഏറ്റുമുട്ടലില് അവൻ ശത്രുക്കളുടെ പിടിയിലായി. അവന്റെ അത്ര ഉന്നമുള്ള ഒരു മികച്ച സ്നൈപ്പർ വേറെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവനെ കൊല്ലുന്നതിനു പകരം അവനെ അവർക്കൊപ്പം ചേർത്തു. അവരാവട്ടെ പിന്നീട് അവനെ കഫറിലെ ജയിലിലേക്ക് ചുമതലപ്പെടുത്തി. ഇത് കേൾക്കുന്ന സൈമൺ ആവട്ടെ ജയിലിൽ എന്റെ അച്ഛനൊപ്പം നിഹാദും ജോലി ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. കട്ട് ചെയ്താ പിന്നീട് കാണിക്കുന്നത് ഫ്ളാറ്റിൽ തകർന്ന നിലയിലിരിക്കുന്ന സൈമണെയാണ്. നിനക്ക് എന്ത് പറ്റിയെന്ന് ജെന്നി ചോദിക്കുമ്പോ 1+1 2 ആണെന്നും ഒരിക്കലും 1 കിട്ടില്ലെന്നും അവൻ പറയുന്നുണ്ട്. നീ എന്താ പിച്ചും പേയും പറയുന്നത്? നിനക്ക് പനിയുണ്ടോ എന്ന് ചോദിക്കുന്ന ജെന്നിയോട് ജെന്നി 1+1 = 1 എന്ന് സൈമൺ പറയുകയാണ്. ഇത് കേൾക്കുന്ന ജെന്നി ആവട്ടെ ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ ഞാൻ ക്ലിയർ ആക്കി തരാം. അന്ന് ജെന്നിയോടൊപ്പം പബ്ലിക് പൂളിലേക്ക് എത്തിയ നേവല് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ആ 3 ഡോട്ട്സ് പച്ച കുത്തിയ ആ കാല് കാണുന്നത്. ഇത്രയും നാളും താൻ ഒരു നോക്ക് കാണാൻ കൊതിച്ച തന്റെ മോനെ കാണാനായിട്ട് ആ അമ്മ അവന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. പക്ഷേ ആ അമ്മ കാണുന്നതാവട്ടെ അവരെ ക്രൂരമായി പീഡിപ്പിച്ചിരുന്ന അവരുടെ കുട്ടികളുടെ അച്ഛനെ തന്നെയാണ്. അതെ, നഷ്ടപ്പെട്ടു പോയ നേവലിന്റെ മകൻ തന്നെയാണ് അവളുടെ 2 കുട്ടികളുടെ അച്ഛനും. ഒന്നും ചേർത്ത ഒന്ന് തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. മുസ്ലിം പോരാളികളെ വിട്ട് ക്രിസ്ത്യൻ പോരാളികൾക്കൊപ്പം ചേർന്നപ്പോഴാണ് നിഹാദ് എന്ന പേര് മാറ്റി അബൂ താരിഖിലേക്ക് അവ മാറുന്നത്. നേവലിന് തന്റെ മകനെ മനസ്സിലാവുന്നുണ്ടെങ്കിലും അവൻ അവന്റെ അമ്മയോ പീഡിപ്പിച്ചിരുന്ന സ്ത്രീയെയോ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ആ സ്ത്രീയുടെ അപ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കും? ഭൂമി പിളർന്ന് താഴേക്ക് പോയിരുന്നെങ്കിലെന്ന് അവര് ചിന്തിച്ചിട്ടുണ്ടാവുമല്ലേ. ആ ഷോക്കിൽ പിന്നെയാണ് അവരാരോടും മിണ്ടാതാവുന്നതും ഡിപ്രഷനിലായി മരണപ്പെടുന്നതും. ഷംസുദ്ദീന്റെ അടുത്ത് നിന്ന് അബൂ താരിഖ് തീവ്രവാദ പ്രവർത്തനങ്ങളൊക്കെ നിർത്തി ഒരു പുതിയ മനുഷ്യനായി ജീവിക്കുകയാണെന്നുള്ള വിവരം സൈമൺ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജെന്നിയും സൈമണും ചേർന്ന് അവരുടെ സഹോദരനെ കണ്ടെത്തി അമ്മ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് പോലെ ആ 2 കത്തും അവന് കൈമാറുകയാണ്. ആദ്യം തന്നെ അതിലെ അച്ഛനുള്ളതെന്ന കത്ത് അവൻ പൊട്ടിച്ചു വായിക്കുകയാണ്. ഈ കത്ത് എഴുതുമ്പോ എന്റെ കൈകൾ വിറയ്ക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് ശേഷവും ഞാൻ നിന്നെ തിരിച്ചറിഞ്ഞു. പക്ഷെ നിനക്ക് എന്നെ മനസ്സിലായില്ല. ഞാൻ നിന്റെ 72-ാം നമ്പർ സിംഗിങ് ലേഡിയാണ്. ഈ കത്തുകൾ കൊണ്ടുവന്നതാവട്ടെ നമ്മുടെ മക്കളും. നിനക്കവരെ തിരിച്ചറിയാൻ പറ്റിയില്ലല്ലേ? പക്ഷേ അവർക്ക് നിന്നെ അറിയാം. നീ ജീവനോടെ ഉണ്ടെന്നുള്ള കാര്യം അവരിലൂടെ ഞാൻ നിന്നോട് തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു. നിന്നെ പെട്ടെന്ന് തന്നെ നിശബ്ദനാക്കാനും എനിക്കറിയാം. കാരണം എന്തെന്നാൽ സത്യത്തിന് മുന്നിൽ എല്ലാവരും നിശബ്ദരാകും എന്ന് 72-ാം നമ്പർ സിംഗിങ് ലേഡി. ആ കത്ത് വായിക്കുന്ന അവൻ കത്ത് കൊണ്ടുവന്നവരെ പുറത്തൊക്കെ നോക്കുന്നുണ്ടെങ്കിലും അവരപ്പോഴേക്കും പോയിട്ടുണ്ടായിരുന്നു. എന്റെ മകനുള്ളത്. ഇന്ന് ആ 2ാമത്തെ കത്ത് അവൻ തുറക്കുകയാണ്. എന്റെ മകനോടാണ് ഞാൻ സംസാരിക്കുന്നത്, ഒരു പീഡകനോടല്ല. എന്ത് സംഭവിച്ചാലും ഞാൻ നിന്നെ സ്നേഹിക്കും. നീ ജനിച്ചപ്പോ ഞാൻ നിനക്ക് തന്ന വാക്കാണ് മോനെ. എന്ത് സംഭവിച്ചാലും ഞാൻ നിന്നെ സ്നേഹിക്കുമെന്ന്. എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ നിന്നെ തേടി അലഞ്ഞു. അവസാനം കണ്ടെത്തി. പക്ഷേ നിനക്ക് എന്നെ തിരിച്ചറിയാനായില്ല. നിന്റെ വലതുകാലിലെ പച്ച കുത്തിയ ചിഹ്നം കണ്ടിട്ടാണ് ഞാൻ നിന്നെ തിരിച്ചറിഞ്ഞത്. നീ കാണാൻ സുന്ദരനാണ് മോനെ. എല്ലാ സ്നേഹത്തോടും കൂടി ഞാൻ നിന്നെ നെഞ്ചോട് ചേർക്കുന്നു. സ്നേഹത്തിൽ നിന്നാണ് നീ ജനിച്ചത്. അപ്പോ നിന്റെ സഹോദരങ്ങളും അങ്ങനെ തന്നെയാണ്. നീ വിഷമിക്കണ്ട എന്ന് നിന്റെ അമ്മ നേവൽ മാർവാൻ 72-ാം നമ്പർ ജയിൽ പുള്ളി. ഇതെല്ലാം വായിച്ച് ശരീരം മരവിച്ച അവസ്ഥയിൽ നിൽക്കുകയാണ് അബൂ താരിഖിനുള്ളിലെ നേവലിന്റെ മകൻ. പിന്നീട് കാണുന്നത് വക്കീലിനടുത്തിരിക്കുന്ന ജെന്നിയെയും സൈമണിനെയാണ്. 2 കത്തുകളിലെ ദൗത്യം പൂർത്തിയാക്കിയതുകൊണ്ട് തന്നെ 3ാമത്തെ കത്ത് വക്കീൽ അവർക്ക് കൊടുക്കുകയാണ്. എന്റെ വാക്ക് നിങ്ങളാൽ പാലിക്കപ്പെട്ടു. അതിന് നിങ്ങൾ 2പേരോടും ഞാൻ നന്ദി പറയാണ്. എവിടെയാണ് നിങ്ങളുടെ കഥ തുടങ്ങിയതെന്നറിയാമോ? നിങ്ങൾ ജനിച്ചപ്പോഴാണോ? അല്ല, അത് വളരെ ഭയാനകമായിരുന്നു. പിന്നെ നിങ്ങളുടെ അച്ഛൻ ജനിച്ചപ്പോഴായിരുന്നോ? അല്ല, അത് തീവ്രമായൊരു പ്രണയമായിരുന്നു. നിങ്ങളുടെ കഥ തുടങ്ങുന്നത് ദേഷ്യത്തിന്റെ, മതത്തിന്റെ, യുദ്ധത്തിന്റെ ചങ്ങലകളിൽ നിന്നാണ്. ആ ചങ്ങലകൾ പൊട്ടിച്ചെറിയാൻ ഇപ്പൊ എനിക്ക് സാധിച്ചു. ഇപ്പോ എന്റെ ഹൃദയം മുഴുവനായി തന്ന് നിങ്ങളെ എനിക്ക് സ്നേഹിക്കാൻ കഴിയുന്നുണ്ട്. ഞാൻ എന്നും നിങ്ങളെ സ്നേഹിക്കും എന്ന് നേവൽ മാർവാൻ. അവസാനം തന്റെ എല്ലാ തെറ്റുകളും ഏറ്റു പറയുന്നതെന്ന പോലെ നേവലിന്റെ കല്ലറയ്ക്കടുത്ത് നിൽക്കുന്ന അവളുടെ ഏറ്റവും പ്രിയപ്പെട്ട മകനെ കാണിച്ച് ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്. ഈ സിനിമ ഒരു ചെറിയ തോതിലെങ്കിലും നിങ്ങളെ മനസ്സിനെ ഒന്ന് പിടിച്ചു കുലുക്കിയില്ലേ? ഈ സിനിമ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഒട്ടും ചെറുതല്ല. മതങ്ങളും അതിന്റെ പേരിലുള്ള കലാപങ്ങളും ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് ഈ സിനിമ കാണിച്ചു തന്നു. നേവൽ മാർവാൻ എന്ന സ്ത്രീയുടെ സ്ഥാനത്ത്, അല്ലെങ്കിൽ അബൂ താരിഖ് എന്ന മകന്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിലോ? അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? മതയുദ്ധങ്ങളും കലാപങ്ങളും മനുഷ്യരെ
എവിടം വരെ കൊണ്ടെത്തിക്കും എന്നതിനുദാഹരണമാണ് ഈ സിനിമ. ആദിമ മനുഷ്യര് കാട്ടില് ജീവിച്ചിരുന്ന സമയത്ത് പുതിയ കുഞ്ഞ് ജനിക്കുമ്പോഴൊക്കെ അവർക്ക് അത്ഭുതമായിരുന്നു. കൂടെ ഉണ്ടായിരുന്നവരിൽ ചിലര് അസുഖം വന്ന് മരിക്കുമ്പോ, പ്രളയവും പേമാരിയും ഉണ്ടാവുമ്പോ, ഇടിയും അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ഉണ്ടാവുമ്പോ അവർ വിചാരിച്ചിരുന്നു ആകാശത്തിന് മേലുള്ള എന്തോ ഒന്ന് അവരോട് ദേഷ്യപ്പെടുന്നതാണെന്ന്, അത് അവരെ കാണുന്നുണ്ടെന്ന്. അതിനെ അവരങ്ങനെ ദൈവമായിട്ട് കാണാൻ തുടങ്ങി. കല്ലും മണ്ണും മരക്കൊമ്പുകളൊക്കെ വെച്ച് രൂപങ്ങൾ ഉണ്ടാക്കി അവരാ ദൈവത്തെ പ്രാർത്ഥിച്ചു. അതിനെ പ്രീതിപ്പെടുത്താനായിട്ട് വേട്ടയാടുന്നതിൽ ഒരു പങ്ക് അവർക്ക് കൊടുക്കാൻ തുടങ്ങി. പിന്നീട് അത് നരബലി വരെ എത്തിപ്പെട്ടു. അങ്ങനെ ജീവിച്ചിരുന്ന മനുഷ്യര് പല ഭാഗത്തേക്ക് കുടിയേറുന്നതോടെ പല മതങ്ങളും പല ദൈവങ്ങളും ഉണ്ടായി. അപ്പോ സത്യത്തില് ആരാണ് ദൈവം? ദൈവത്തെ തന്നെ ഉണ്ടാക്കിയ മനുഷ്യനാണോ, അതോ ആകാശത്തിന് മേലിരിക്കുന്ന ആ സങ്കല്പമാണോ? മതത്തിന്റെയും ദൈവങ്ങളുടെയും പേരിലുള്ള യുദ്ധങ്ങളും കലാപങ്ങളും അവസാനിക്കണമെങ്കിൽ ഈ മതങ്ങളും ദൈവങ്ങളും വേരോടെ നശിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ സിനിമ കഴിഞ്ഞിട്ടും ഇത്രയും നേരത്തെ എൻ്റെ തള്ളു കേട്ടിരുന്ന എല്ലാവർക്കും ഒരു വലിയ താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.